ധന്യ, ഇന്നിപ്പോൾ വന്ന ഒരു വാർത്തയാണ്. നവവധുവിനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസുകാരന് സസ്പെൻഷൻ. പോലീസുകാരനാണേ. ഭർത്താവായ പോലീസുകാരൻ ഭാര്യയെ മർദ്ദിച്ചു. സംഭവത്തിൽ റെനീഷ് മുണ്ടത്തിപ്പറമ്പിൽ റെനീഷിനെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ AR ക്യാമ്പിൽ കൺട്രോൾ റൂമിൽ ക്യാമറ വിഭാഗത്തിലാണ് റെനീഷ് ജോലി ചെയ്യുന്നത്. കുറ്റം എന്താണെന്ന് അറിയാമോ? ഭാര്യ ചെയ്തത് 18 ദിവസമേ ആയിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. മൊബൈലിൽ ചാറ്റ് ചെയ്തു എന്നാണ്. ഈ മൊബൈലിൽ ചാറ്റ് ചെയ്യുന്നു പറഞ്ഞത് വലിയ തെറ്റാണോ? ഇപ്പം ആൾക്കാരെല്ലാം അത് അടുത്ത വിഷയം. ആരോട് എന്നുള്ളത് അടുത്ത വിഷയമാണ്. അതിന് മർദ്ദനമല്ല. ഇപ്പം അവൾ വേറെ ആരോടെങ്കിലും ചാറ്റ് ചെയ്തുവെങ്കിൽ അത് അവർക്ക് സംസാരിക്കാം. വിളിച്ചിട്ട് ചോദിച്ച് സംസാരിക്കാം. അയാളെ ഭാര്യയല്ലേ. ഇയാള് വേറൊന്ന്, സമൂഹ മാധ്യമങ്ങളിൽ പോലീസ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട വീഡിയോകളിലെ സ്ഥിരം സാന്നിധ്യമാണ് അയാൾ. ബോധവൽക്കരണ വീഡിയോകൾ. അപ്പൊ ആലോചിക്കണം, ബോധവൽക്കരണ വീഡിയോയിൽ പങ്കെടുക്കുന്ന ആൾക്ക് ബോധമില്ലേ? ഭാര്യ 18 ദിവസം കഴിഞ്ഞ് ഒരു സ്ത്രീ ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്ന് 18 ദിവസം ആകും മുന്നേ അവള് മൊബൈലിൽ ചാറ്റ്, അവൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, അവളുടെ സ്വകാര്യതയില്ലേ? ഇപ്പൊ അഥവാ അവൾ പഴയ കാമുകനുമായി ചാറ്റ് ചെയ്യുന്നു എങ്കിൽ അതിന് വേറെ മാർഗങ്ങളുണ്ട്. അവളോട് തുറന്ന് സംസാരിക്കാം. ഇല്ല, ഇയാൾ ബോധവൽക്കരണ വീഡിയോ ചെയ്യുന്നത് ഇത്ര ബോധമില്ലാതെയാണോ? ഇതിപ്പോ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ കേസുകൾ വരുന്നത്. തീർച്ചയായിട്ടും പോലീസുകാരിലെ ഈ ഗുണ്ടകളും കാക്കിക്കുള്ളിലെ ക്രൂരതകളും ഒക്കെ പലപ്പോഴും വാർത്തകളായിട്ടുണ്ട്. ഈ ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് ഒരു വാർത്ത വന്നിരുന്നു. ഈ പോലീസുകാരനായ ഭർത്താവ് കാമുകിയുമായി സ്ഥിരം പോലീസ് ക്വാർട്ടേഴ്സിൽ വരിക, അവളുമായി സംസാരിക്കുക, അവളോട് യാത്ര ചെയ്യുക, അവളോടൊപ്പം സമയം ചെലവഴിക്കുക. കണ്ട് മടുത്ത ഭാര്യ വീട്ടിലൊന്നും അറിയിക്കാൻ അവർക്ക് പറ്റാതെ വന്നപ്പോൾ അവർ 2 മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. സത്യത്തിൽ ആ സമയത്തൊക്കെ വളരെ സങ്കടം നമുക്ക് തോന്നി. കാരണം ഇവനൊക്കെ ഇത്രയും പോലീസ് എല്ലാവരും ഉണ്ട് ചേച്ചി. നമ്മുടെ സ്വത്തും ജീവനും സംരക്ഷിക്കേണ്ടവരാണ് ഇവരൊക്കെ. ഇവരിൽ നിന്ന് തന്നെ ഇത്തരം നടപടികൾ വരുമ്പോൾ സാധാരണക്കാരന് എന്ത് ചെയ്താലും നമുക്ക് നോക്കി നിൽക്കാനേ പറ്റും. ഇപ്പൊ എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ ഒരു സുഹൃത്തിന് കല്യാണം കഴിഞ്ഞ് 10ാമത്തെ ദിവസം ഈ കല്യാണം കഴിച്ച പുരുഷൻ മറ്റൊരു സ്ത്രീയുമായി, കല്യാണം കഴിച്ച 10ാമത്തെ ദിവസം മറ്റൊരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിനായി പോവുകയാണ്. ഈ പെൺകുട്ടി അത് അറിയുന്നു. ചിലർ ആത്മഹത്യ ചെയ്യില്ല ചേച്ചി, ചിലർക്ക് മാനസികമായി അത് നേരത്തെ ബന്ധമുള്ള സ്ത്രീയാണ്. കല്യാണത്തിന് മുന്നേയും ഈ സ്ത്രീയുമായി ഏകദേശം 2 വർഷത്തോളം ഈ പുരുഷന് ബന്ധമുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയാൾ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അയാളൊരു മാധ്യമ പ്രവർത്തകനാണ്. 2 വർഷമായി ഈ സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷവും ഈ സ്ത്രീയുമായി ബന്ധം പുലർത്തിയിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം 2ഓ 3ഓ തവണ ഇവർ ഈ പെൺകുട്ടി ഇതൊന്നും അറിയാതെ വന്നു കയറുന്ന പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ ചതിച്ചിട്ട് ഇവർ ഹോട്ടലുകളിൽ റൂം എടുക്കുന്നു. അവരുടെ പിരിയാനാവാത്ത ബന്ധമാണെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പെൺകുട്ടിക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ അവള് ഈ നട റോഡിൽ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ. അതെ, ആത്മാർത്ഥതയോടെ അതൊന്നും അറിയാത്ത ഒരു പെൺകുട്ടിയാണ് ചേച്ചി. അവൾക്കറിയില്ല ഇങ്ങനെ ഒരു ബന്ധം ഇയാൾക്കുണ്ട് എന്നുള്ളതും. ഇയാളാണ് അവളുടെ ഈ കല്യാണത്തിന് ശേഷം ഒരു പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതം എന്ന് പറയുന്നത് എത്രയൊക്കെ നമ്മൾ പുരോഗമനം പറഞ്ഞാലും ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ ആയിരിക്കും അതിലൊതുങ്ങുക എന്നുള്ളത്. എല്ലാ സ്ത്രീകളും ഇവർ തന്നെ മറ്റൊരു റിബലുകൾ സ്ത്രീകളാകുന്നത് എപ്പോഴാണെന്ന് അറിയാം. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുമ്പോഴാണ് മാനസികമായി അവരെ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആ പെൺകുട്ടി ആരോടാണ് പോയി പരാതി പറയുന്നത്? ആരോടാണ് ഇപ്പൊ വീട്ടുകാരോട് നിയമപരമായി ഡീല് ചെയ്യുന്നതിനപ്പുറം മാനസികമായി ഈ ഒരു സംഭവത്തിന്റെ ഇതിൽ ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ആ പെൺകുട്ടി ഇപ്പൊ മാനസികമായി തകർന്നിരിക്കുകയായിരിക്കും. അതെ, ആ ഒരു ഇതില് ഇയാള് വന്നു കയറുമ്പം ചിരവെടുത്ത് തലക്കടിച്ചാൽ മതിയോ? അതെ, ഇല്ല. എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ. ഇവനെ ഒക്കെ ജീവിക്കാൻ പോലും അനുവദിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ല തന്നെയാ. ഇപ്പൊ അത് അയാളുടെ ഭാഗത്ത് ചിലപ്പം അയാളുടേതായ ന്യായീകരണങ്ങളുണ്ടാവും. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ അയാൾക്ക് അയാളുടേതായ ന്യായീകരണം ഉണ്ടാവും. നേരത്തെ ആ സ്ത്രീയുമായി ഒരു ബന്ധം ഉണ്ടായിരിക്കാം. അയാൾ കമ്മിറ്റഡ് അല്ല നേരത്തെ. അപ്പൊ അതുകൊണ്ട് അയാൾ സ്വതന്ത്രനാണ്. അയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധം ഉണ്ടാക്കാം. ആ ബന്ധം പൂർണ്ണമായും വിട്ടിട്ട് വേണം അടുത്തൊരു ബന്ധത്തിലേക്ക് പോകേണ്ടത്. അതൊരു സാമാന്യ മര്യാദയാണ്. നമുക്ക് പുരോഗമനം പറയാം, ഒരാൾക്ക് എത്ര ബന്ധമാകാം എന്നൊക്കെ പറയാമെങ്കിലും പക്ഷെ അങ്ങനെയല്ല, മറ്റൊരാളെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. അതെ, തീർച്ചയായിട്ടും. ഈ വിഷയം ഞാൻ പറഞ്ഞ പൂർത്തിയാക്കിയില്ല. അയാൾ വരുമ്പോ ചിലവെടുത്ത് തലക്കടിച്ചാൽ മതിയോ? പോരാ. പകരം അവരെന്താണ് ചെയ്യേണ്ടത്? അയാളുമായി സംസാരിച്ച് നിങ്ങൾക്ക് അത് തുടരണമെങ്കിൽ എന്നെ വിട്ട് കളയുക, എനിക്ക് പുതിയൊരു ലൈഫിലേക്ക് പോവാമല്ലോ എന്ന്. അത് വെറുതെ സഹിച്ച് കാലങ്ങളോളം അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട്
സംസാരിച്ച് അതിന് തീരുമാനം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അത് ഇമോഷണലി വീക്കായിട്ട് അതിനെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയാത്തവരുണ്ട് ചേച്ചി. ഇപ്പൊ ഈ പെൺകുട്ടി ഇപ്പോൾ 18 ദിവസമേ ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് അവൾ ആരോടാണ് ചാറ്റ് ചെയ്തത്, അവൾ ഇയാളൊരു സംശയ രോഗിയാണെങ്കിലോ, ആരോട് മിണ്ടിയാലും ഭാര്യയെ സംശയിക്കുന്ന ചില സംശയ രോഗികൾ ഉണ്ടാകും. അവൾ മറ്റൊരു ബന്ധത്തിലോ മറ്റൊരു കാമുകനുമായിട്ടാണോ ചാറ്റ് ചെയ്തിരുന്നത് എങ്കിൽ പോലും ഇയാൾ അത് മാന്യമായി സംസാരിച്ച 18 ദിവസമായ ഒരു പെൺകുട്ടി, 18, 25, 30 വർഷമായിട്ട് ഒരു പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ താലി കെട്ടി എന്ന് പറഞ്ഞ ഭർത്താവിന് ഒരിക്കലും താലി കെട്ടിയെന്നല്ല, ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ പോലും തൊടാൻ ഇവിടെ പുരുഷന്മാർക്ക് അവകാശമില്ല. അപ്പൊ പിന്നെ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് ഈ പോലീസുകാർക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ നടക്കുന്നതിനേക്കാൾ ക്രൂര പീഡനങ്ങൾ പോലീസുകാർക്കിടയിൽ നടക്കുന്നുണ്ട്. പല സ്ത്രീകളും പല ആളുകളും പുറത്ത് പറയാത്തതാണ് എന്നുള്ളതാണ്. നമ്മൾ മറ്റേ കിരണിന്റെ വിസ്മയ കണ്ടില്ലേ, MBD ഉദ്യോഗസ്ഥനായിരുന്നു, അവന് കാറ് കൊടുത്തത് പോരാന്ന് പറഞ്ഞിട്ട് ഈ കാറ് കൊണ്ടിട്ട് ഇവൻ മരിക്കുമ്പോ ഈ കാറും കൂടെ കൊണ്ടുപോവോ? സത്യത്തിൽ അങ്ങനെയൊക്കെ ചോദിക്കാനാണ് തോന്നുന്നത്. ഒരു കാറിന്റെ പേരിൽ അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ആ പെൺകുട്ടിയെ മാനസികമായി ഉപദ്രവിച്ച് തളർത്തി അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിലാണ് അവൾ മരണത്തെ, കാരണം ഇത്രയും തന്ന് കെട്ടിച്ചു വീട്ടിലേക്ക് തിരിച്ചു കയറിപ്പോയാലുണ്ടാവുന്ന നാണക്കേട് എല്ലാ സ്ത്രീകളും ഫേസ് ചെയ്യുന്ന മറ്റൊരു വിഷയമാണ്. വിവാഹിതരായി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കണം. അതായത് ഈ വാക്കാണ് അമ്മമാർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യണം, പിടിച്ചു നിൽക്കണം. ഒരു കുഞ്ഞും കൂടെ ഉണ്ടായാൽ, ഒരു കൊച്ചുണ്ടായി പോയില്ലേ, നീ ആ കൊച്ചിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യ്. ഇതാണ് അമ്മമാർ പറഞ്ഞു കൊടുക്കുന്നത്. അവൻ രണ്ട് തല്ലിയല്ലേ, അതങ്ങ് കളഞ്ഞേക്ക്, അതങ്ങ് വിട്ടേക്ക്. അത് ചില അമ്മമാർ പറയുന്നത് സ്നേഹത്തോടെ, അവരെ കുറച്ചുകൂടി നീ സ്നേഹിക്കുക, അപ്പൊ ഇതൊക്കെ മാറും. ഈ ഇടയ്ക്കൊരു പെൺകുട്ടി പറഞ്ഞത്, ഞാൻ എൻ്റെ അമ്മയെയും എൻ്റെ അമ്മായിയമ്മയെയും എൻ്റെ സ്വന്തം അമ്മയെ വേണ്ട എന്ന് വച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വാതന്ത്ര്യം അനുഭവിച്ചതെന്ന്. ഒരു പെൺകുട്ടി ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചതാണ്. കാരണം നിരന്തരം അവൾ പുരുഷനിൽ നിന്ന് അവളെ ഭർത്താവിൽ നിന്ന് അവൾ ആക്രമണം ഏൽക്കുന്നുണ്ട്. ഇതൊക്കെ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ അവളെ അമ്മ പറയുന്നത്, പിടിച്ചു നിൽക്കണം, നീ അവനെ കുറച്ചുകൂടെ സ്നേഹിക്കുക. അവൻ തല്ലിയെന്ന് പറയുമ്പോഴും നീ അവനെ കുറച്ചുകൂടെ സ്നേഹിക്കുക. ജീവിതം ഇങ്ങനെയാണ്, നമ്മൾ പെണ്ണുങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടത്. ഒരു കുഞ്ഞുണ്ടായില്ലേ, ഇനി കുഞ്ഞിന് വേണ്ടി ജീവിക്ക്, കുഞ്ഞിന് അച്ഛൻ വേണ്ടേ, കുഞ്ഞിന് അമ്മ വേണ്ടേ. പല പ്രേക്ഷകരും ഇവരെന്താണ് പറഞ്ഞ, സ്ത്രീകളെ കുടുംബത്തിൽ നിന്ന് ചാടി പുറത്തിറങ്ങാൻ ഒരിക്കലും ഇല്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ പിരിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസമാധാനമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. സ്ത്രീകൾ സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടി സാമ്പത്തിക സുരക്ഷ സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വിട്ടുപോകാൻ പറ്റും എന്ന് നമ്മൾക്ക് വാദിക്കാം. പക്ഷേ സാമ്പത്തികമായി ഉള്ള സ്ത്രീകൾ പോലും ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായി വിധേയരായി ആ അടിമത്തത്തിൽ ജീവിക്കുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഈ പോലീസുകാർക്കിടയിൽ ഈ കിരണ്, പിന്നെ ഈ ആലപ്പുഴയിലെ കേസ്, എത്ര പോലീസുകാർ ഭാര്യമാരെ ഉപദ്രവിക്കുന്നതും അടിക്കുന്നതും ഇടിക്കുന്നതും കൊല്ലുന്നു കെട്ടിത്തൂക്കുന്നതും ഒക്കെ എത്ര വാർത്തകളിൽ നിറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബോധവൽക്കരിക്കുന്നവർക്ക് തന്നെ ബോധമില്ലാതായി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരെയൊക്കെ ബോധവൽക്കരിക്കാൻ കൊണ്ടു നിർത്തുന്നവരെ വേണം ആദ്യം അടിക്കാനെന്നേ പറയാനുള്ളൂ. എന്തായാലും ഈ 18 ദിവസമായ പെങ്കൊച്ചിനെ ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ച് ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഉപദ്രവിച്ച ഈ പോലീസുകാരന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള കഴിവൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇയാളെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല, സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണം. ചില പോലീസുകാരില്ലേ പരാതിയുമായി ചെല്ലുന്ന സ്ത്രീകളെ മോശമായി സ്ത്രീകളോട് പെരുമാറുന്ന ചില പോലീസ്, അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇങ്ങനെ പുറത്തിറങ്ങി സംസാരിക്കാൻ വന്നാൽ അവർ മോശക്കാരായി. ഇപ്പൊ ഇയാൾ അവൾ മൊബൈലിൽ ചാറ്റ് ചെയ്യുമ്പോൾ അവൾ മോശക്കാരിയാണെന്ന് ഒരു ചിന്തയാണ്. പോലീസുകാരുണ്ട്. ഒരു സംഭവം പറഞ്ഞോട്ടെ, പറഞ്ഞോ. എന്റെ പരിചയത്തിലുള്ള ഒരു ചേച്ചിയാണ്, അവരുടെ മോളെ വഴിയിലൊരു പയ്യൻ ശല്യം ചെയ്യുന്നു. അതായത് വളരെ മോശമായ രീതിയിൽ ശല്യം ചെയ്യുന്നു. ആ പെൺകൊച്ചിന് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല, എന്നും ആ ശല്യമാണ്. അത് പരാതി പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഇവരുടെ നമ്പർ കൊടുക്കണമല്ലോ. പിന്നെ അന്ന് രാത്രി മുതൽ പോലീസുകാരൻ്റെ മെസ്സേജുകളായി അമ്മയ്ക്ക്. അപ്പൊ അടുത്ത് ഇനി അതിനെന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ രാഹുൽ ഗാന്ധിക്ക് എന്തിന്റെ കഴപ്പാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി എന്ന് ആരോ ചോദിച്ചതുപോലെ ഇവിടെയും ആ ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇവനൊക്കെ എന്തിന്റെ അത് പക്ഷേ മാന്യത പോലീസിന്റെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് പോലീസുകാർക്ക് ഫേവർ ചെയ്തിട്ടുള്ളത്. എല്ലാ പോലീസുകാരും അങ്ങനെയല്ല. എല്ലാ പോലീസുകാരും അവരുടെ ജോലിയുടെ സ്വഭാവം പറഞ്ഞുതരാം. എൻ്റെ കുറേ സുഹൃത്തുക്കൾ പോലീസിലുണ്ട്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഫുൾ ടൈം 24/7
അവരെന്തിനു വേണ്ടിയിട്ടാണ്? ഡ്യൂട്ടിയിലാണ്. അവർ യൂണിഫോം ഇട്ടാലും ഡ്യൂട്ടി ടൈം സാധാരണ ഓരോ ജോലി സ്ഥലത്തും ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ജോലി എന്നല്ലേ. പോലീസുകാർ അനുഭവിക്കുന്ന പ്രഷർ ചില്ലറയല്ല. സമൂഹത്തിലെ ഏതെല്ലാം തരക്കാരുമായാണ് അവർ ഡീൽ ചെയ്യുന്നത്. പല പല പ്രശ്നങ്ങളാണ്. അതിൻ്റെ കൂടെയാണ് ഉന്നത തലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം. അതെ അല്ലേ? അവർ മാധ്യമപ്രവർത്തകരും ഇതുപോലെ തന്നെയാണ്. അതേപോലെ സമ്മർദ്ദത്തിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ പോലീസ് സേനയും. അപ്പം അവരുടെ ഒരു ജോലിക്രമത്തിലും ഡ്യൂട്ടി ടൈമിലും എല്ലാം ഒരു ക്രമീകരണവും ശരിക്കും പറഞ്ഞാൽ ആവശ്യമാണ്. ഇത് എനിക്ക് എന്ത് തോന്നുന്നു, അത് ആവശ്യമുള്ളതല്ലേ? തീർച്ചയായിട്ടും ചേച്ചി, അത് ആവശ്യമുള്ളത് തന്നെയാണ്. അതിനിടയ്ക്ക് ഞാൻ ആ വാർത്തയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് നോക്കിയതായിരുന്നു. അപ്പോ ഞാൻ കരുതി ധന്യ ചാറ്റ് ചെയ്യുകയാണെന്ന്. ഈ അവസരത്തിൽ ചാറ്റിംഗ് അല്ല, ഈ അവസരത്തിൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നോക്കി. എന്തായാലും പോലീസുകാർക്കിടയിലുള്ള ഇത്തരക്കാരെ തുറന്നു കാട്ടുക തന്നെ വേണം. പോലീസുകാർക്കിടയിലുള്ളതല്ല, സാധാരണക്കാർക്കിടയിലും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ പുരുഷന്മാരെ പല സ്ത്രീകൾ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ കൂടുതൽ ബോധവൽക്കരണം, ബോധമില്ലാത്തവരെ കൊണ്ടല്ല ബോധമുള്ളവരെ കൊണ്ട് ബോധവൽക്കരണം നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അത് ആരും പെട്ടെന്ന് ആർജിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അത് ചെറുതിലേ മുതലേ അത് ആർജിച്ചെടുക്കണം. ഇപ്പോഴത്തെ ഒരു തലമുറ അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും സമൂഹം മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അത്യാവശ്യം. തീർച്ചയായിട്ടും.